പ്ലേസിലുള്ള ഒരു ബുള്ളിങ്ങിൻ്റെ സിവിയർ വെർഷൻ നമ്മൾ കാണുന്നത് മറ്റേ നവീൻ ബാബുവിൻ്റെ നാട്ടിലെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് റീസെൻ്റ്ലി നടക്കുന്ന ന്യൂസ്. അത്രയും ഹൈ റാങ്കിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് പോലും അയാൾക്ക് ഡിസർവ് ആയിട്ടുള്ള റൈറ്റ്സ് കിട്ടിയില്ലെന്ന് നമ്മൾ കണ്ടതാണ്. അയാളെ വെർബലി ഹരാസ് ചെയ്തതിൻ്റെ പേരിൽ അയാൾ ആത്മഹത്യ ചെയ്ത സംഭവം. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോഴത്തേനും നമ്മൾ കാണുന്നുണ്ട് ഇന്ത്യക്ക് വെളിയിൽ ബാക്കിയുള്ള കൺട്രീസിൽ അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രികളിലൊക്കെ ഓസ്ട്രേലിയയിലാണേലും മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ആൾക്കാരുടെ വെൽബീയിങ് മോണിറ്റർ ചെയ്യാൻ അവിടെ ഒരു സിസ്റ്റം ഉണ്ട്. ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ടുള്ള ആൾക്കാർ നിങ്ങളൊന്നും വിചാരിക്കരുത് ഇന്ന് ഈ ലോകാവസാനമെന്നൊന്നും വേണ്ടിയുള്ള സിസ്റ്റംസ് അല്ലെ സപ്പോർട്ട് സിസ്റ്റംസ് യൂസ് ചെയ്യുക എന്നേ ഉള്ളൂ. പിന്നെ ഇവരെ ഫയർ ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയുന്നു. അപ്പോൾ ഇവരുടെ മാനേജേഴ്സായിട്ടുള്ളവർ ഇവരെ ജോലിയിൽ നിന്ന് ഫയർ ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുന്നവർ എപ്പോഴും ചിന്തിക്കുക മനുഷ്യർ എന്തായാലും കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇവിടെ എത്തിപ്പെട്ടേക്കുന്നതല്ല ഈ ജോലിയിൽ ചെയ്യുന്നത്. ചിലർ പറയുന്നു അവരുടെ സീനിയേഴ്സായിട്ടുള്ള ആൾക്കാർ ഭയങ്കര റൂഡായിട്ട് ഇവരോട് പറയുന്നു ഞങ്ങൾ എന്തേലും അനുഭവിച്ചതെന്നറിയാമോ, നിങ്ങൾ ഇത്രയല്ലേ അനുഭവിക്കുന്നുള്ളൂന്ന്. ഈ ആര് അനുഭവിച്ചെന്ന് ഈ ആൾക്കാർ പഠിക്കുകയല്ലേ ചെയ്യേണ്ടത്, മറ്റുള്ള ആൾക്കാർക്ക് അനുഭവം കൊടുക്കാതിരിക്കാനല്ലേ ശ്രമിക്കേണ്ടത്. നിങ്ങളുടെ കൊളീഗ്സിനെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ളവർ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് അറിയാൻ മേലാത്ത കാര്യം ചോദിക്കുമ്പോൾ അതൊന്ന് പറഞ്ഞു കൊടുക്കുക. അതിനകത്തൊക്കെ എത്ര നഷ്ടപ്പെടാനായിട്ടുള്ളത്. പിന്നെ ഈ മാനേജേഴ്സായിട്ടുള്ള ആൾക്കാർ മനസ്സിലാക്കുക ഈ ആൾക്കാർക്കുള്ള എല്ലാ സപ്പോർട്ടും ഇവർ കൊടുത്തിട്ടാണോ ഇവരെ ഫയർ ചെയ്യുന്ന